പാലക്കാട്ട് നിന്നും എറണാകുളത്തേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിൽ ഞാനൊരു കുട്ടിയെ കണ്ടുമുട്ടി. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ. എന്നാൽ അവൾ അകാരണമായിട്ട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത്രയും ആളുകളുടെ ഇടയിൽ നിന്നും അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്നോട് അവളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് എൻ്റെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ പ്രസൻസ് അവളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അവളുടെ കാര്യങ്ങൾ അവൾ എന്നോട് ഷെയർ ചെയ്തത് ഇതാണ്: വർഷങ്ങളായി അവൾ ഒരാളുമായി പ്രണയബന്ധത്തിലായിരുന്നു എന്നും, എന്നാൽ ഒരു കാരണവും കാണിക്കാതെ ഒരു കാലഘട്ടത്തിൽ അവൻ അവളിൽ നിന്നും വേർപിരിഞ്ഞു പോവുകയും അകാരണമായിട്ടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയും സകല വിധത്തിലുള്ള കോണ്ടാക്റ്റുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇതിൻ്റെ പേരിൽ ഡിപ്രഷനിലായി പോയ കുട്ടി കഴിയുകയും വിഷാദരോഗത്തിന് കുറെ കാൽ അടിമപ്പെടുകയും ചെയ്തു. ഞാൻ അവളെ കുറെ മോട്ടിവേറ്റ് ചെയ്തു, കുറെ അഡ്വൈസ് ചെയ്തു, ഏറെക്കുറെ അവൾ റിലീസാവുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ പല രീതിയിലാണ് പലരെയും വെറുക്കുന്നത്. എന്നാൽ നമ്മളെ അകാരണമായിട്ട് ചില ആളുകൾ വെറുക്കാറുണ്ട്. ഈ വെറുപ്പിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ അത് തീവ്രമായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും ആ കാരണം നമ്മൾക്ക് കണ്ടെത്താൻ കഴിയാറില്ല. എന്നാൽ 4 സെക്ഷനായിട്ട് 4 സ്റ്റെപ്പായിട്ടാണ് ഒരു കാരണവുമില്ലാതെ നമ്മളെ വെറുക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. 2 പേർ തമ്മിൽ പ്രണയത്തിലായാൽ കുറച്ച് കഴിയുമ്പോൾ തനിക്ക് ഈ ബന്ധം അനുയോജ്യമല്ല എന്ന് തോന്നിയാൽ ഇയാൾ പതുക്കെ ഈ ലവ് റിലേഷൻഷിപ്പിൽ നിന്ന് റിലീവ് ആകാൻ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് പതുക്കെ കോളുകൾ കുറയ്ക്കുകയും മെസ്സേജ് അയക്കുന്നതിൻ്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യും. അകാരണമായിട്ടുള്ള അകൽച്ച കാണിക്കുകയും വെറുപ്പ് എന്ന മാസ്ക് മുഖത്തണിയുകയും അതോടൊപ്പം വെറുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. പതുക്കെ അകന്നു പോവുകയും ചെയ്യും. അതിനുള്ള ബേസിക് കാരണം എന്ന് പറയുന്നത്, സ്നേഹിച്ചിരുന്ന കുട്ടിയേക്കാൾ തനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ളതും നല്ലൊരു ഫാമിലിയിൽപ്പെട്ട കുട്ടിയെ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയെ കണ്ടുകിട്ടുന്നത് കൊണ്ടായിരിക്കാം. താൻ സ്നേഹിച്ച വ്യക്തി തനിക്ക് ഒരിക്കലും അനുയോജ്യമല്ല എന്നുള്ള മറ്റുള്ളവരുടെ അഡ്വൈസ് പ്രകാരം, ഫ്രണ്ട്സോ ഫാമിലിയോ അഡ്വൈസ് ചെയ്യാം, ആ പ്രകാരവും അവൻ അകന്നു പോയെന്നിരിക്കാം. ഇതാണ് ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിൻ്റെ ഉള്ളിൽ അകാരണമായിട്ട് നമ്മളോട് വെറുപ്പ് വരികയാണ് എങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് വരുന്ന ഉയർച്ചയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോ നമ്മൾക്ക് വരുന്ന ഒരു നന്മയിലോ നമ്മളുടെ എതിർ നിന്ന് നിൽക്കുന്ന ആളുകൾക്ക് അത്ര നല്ല ഒരു വ്യൂ ആയിട്ടത് തോന്നുകയില്ല, കാഴ്ചപ്പാടിലൂടെ തോന്നുകയുമില്ല. അവർക്ക് നമ്മളോട് ജലസി തോന്നുകയും ചെയ്യും. ഈ ജലസി തോന്നുന്നതോടൊപ്പം തന്നെ അവർ അകാരണമായിട്ടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ച് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അഥവാ നേരെ മറിച്ച് നമ്മളിലുള്ള പല പെരുമാറ്റങ്ങളും അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയാണ് എങ്കിലും അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടേതായ വഴിയിലൂടെ തിരിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഫൈറ്റ് ചെയ്യാനും വിമർശിക്കാനും നമ്മൾ അവരുടെ കസ്റ്റഡിയിൽ കിട്ടാതെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ ലജ്ജിതരായി മാറുകയും നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിലേക്ക് ഉൾവലിയും നമ്മളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്കും ഒരു പോസിറ്റീവ് ചേഞ്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ തിരിച്ചവരോട് വെറുപ്പ് പ്രകടിപ്പിക്കരുത്. അതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.